ഇവിടെ ഏത്തയ്ക്ക മെഴുക്കുവരട്ടിക്കായി എടുത്തു വച്ചിട്ടുണ്ട്. ഇതിനെ രണ്ടായി നെടുകെ കീറി ചെറുതായി അരിയുക. ഇതിനെ വെള്ളത്തിൽ ഉപ്പിട്ട് മഞ്ഞൾപ്പൊടിയിട്ട് വേവിക്കാം. ഇതുപോലെ 3/4 വേവിനെ വേവിച്ചെടുക്കണം. ഇതിപ്പോൾ വെന്തു വന്നിട്ടുണ്ട്. ഈ പരുവത്തിൽ എടുക്കണം. ഒരു പാനിൽ എണ്ണ ഒഴിച്ച് കടുക്, ഉഴുന്നുപരിപ്പ്, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ നന്നായി വഴറ്റിയെടുക്കാം. അതിനുശേഷം ഈ അരിഞ്ഞ കഷ്ണങ്ങൾ അതിൽ ചേർത്ത് വഴറ്റാം. ഇതിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് മുളക് പൊടി കുറച്ച് ചേർത്താൽ മതി. കുറച്ച് കുരുമുളക് പൊടി കൂടുതലായിട്ട് ചേർക്കണം. മുളക് പൊടിയും കുരുമുളകും ചേർത്ത് വഴറ്റിയെടുത്തതിന് ശേഷം ലാസ്റ്റ് കുറച്ച് തേങ്ങ ചേർക്കണം. അതാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്നത്. ഇതുപോലെ തേങ്ങ ചേർത്ത് 1 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഏത്തയ്ക്ക മെഴുക്കുവരട്ടി റെഡിയായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഒരു വ്യത്യസ്തമായ ഡിഷാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.